ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യമാണ്. അവൻ ശീമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിൽ നിന്ന് ഏറ്റവും അധികം എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്ക് പത്രോസിനോട് യേശു പറയുന്ന വാക്കാണ്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. ദൈവമക്കളെ, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല, അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾക്കും വേദനകൾക്കും പിറുപിറുപ്പുകൾക്കും കാരണമെന്നൊരു തിരിച്ചറിവ് ഈ പ്രഭാതത്തിൽ നമുക്കുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹന്ന എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. അവൾ എൽക്കാനയുടെ 2 ഭാര്യമാരിൽ ഒരാളായിരുന്നു. അവൾ എൽക്കാനയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്ക് തലമുറയില്ല, എനിക്ക് മക്കളില്ല. അവൾ കരഞ്ഞു, നിലവിളിച്ചു. അവളുടെ സഹോദരി അല്ലെങ്കിൽ എൽക്കാനയുടെ ഭാര്യ അവൾക്ക് 10 പുത്രന്മാരെ ദൈവം കൊടുത്തു. എന്നാൽ ഹന്നയ്ക്ക് ഒരു പുത്രനോ പുത്രിയോ ഇല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഹന്നയുടെ ഗർഭപാത്രം ദൈവം അടച്ചിരുന്നുവെന്ന്. നോക്കുക, കരയുന്ന ഹന്ന. എന്നാൽ പെനീനയോ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്ന പെനീന. ലോകം നോക്കിയാൽ പെനീനയ്ക്ക് അവൾ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടും ദൈവത്തോട് അപേക്ഷിക്കാതിരുന്നിട്ടും പ്രാർത്ഥിക്കാതിരുന്നിട്ടും ഒക്കെ 10 തലമുറയുണ്ട്. പക്ഷേ കരയുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഹന്നയ്ക്ക് ഇല്ല, ഒരു തലമുറ പോലും പറയാനില്ല. ഇതെന്താ ദൈവമേ എന്ന് ചോദിക്കുന്ന ആളുകൾ കാണാം. പക്ഷേ അതൊക്കെ അവിടെ നിന്നുകൊണ്ട്, ആ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നോക്കുന്ന ഒരാൾക്കും ഒരു ഉത്തരം പറയാനില്ല. ദൈവം എന്താ ചെയ്യാൻ ഇരിക്കുന്നത് എന്നറിയാത്തതുകൊണ്ട്. എന്നാൽ ശമൂവേലിന്റെ പുസ്തകം വായിച്ച് തുടക്കമല്ല മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്, ദാൻ മുതൽ ബെർശേബ വരെ അനുഗ്രഹീതനായ ഒരു പ്രവാചകനായി തീർന്ന ഒരു ശമൂവേലിനെ ദൈവം ഹന്നയ്ക്ക് കൊടുത്തു. അവൾക്ക് ആ പ്രവാചകനെ കിട്ടുവാൻ അവൾ കരയേണ്ടിയിരുന്നു. അവൾ ചില കുത്തുവാക്കുകൾ കേൾക്കേണ്ടിയിരുന്നു. അവളെ കരയിപ്പിക്കാൻ പെനീന എന്നൊരു സ്ത്രീ ഉണ്ടാകേണ്ടിയിരുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ കുറച്ച് മുൻപോട്ട് പോയിട്ടേ അറിയുള്ളൂ. എന്ന് വെച്ചാൽ ഇന്നുകളിൽ ദൈവം ചെയ്യുന്ന എന്തെന്ന് നാം അറിയുന്നില്ല. എന്നാൽ ഹന്നെ അറിയുകയാണ്, അവൾക്കൊരു തലമുറയുണ്ടാകും, അവൻ ഈ 10 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠരാകും. എന്ന് വെച്ചാൽ ലോകത്ത് ആ ഇസ്രായേൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി, അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുന്ന അനുഗ്രഹീത ഒരു മാതാവാകും. ആ ഒരു ചിന്ത അവളെ ഭരിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ അവൾക്ക് അറിയാമായിരുന്നെങ്കിൽ അവൾ ഇന്ന് വേണമെങ്കിൽ കരയാതിരിക്കാമായിരുന്നു. അപ്പം ദൈവം എന്താ ചെയ്യുന്നതെന്ന് പലപ്പോഴും നാം ആ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാകുകയില്ല എന്നതാണ് നമ്മൾ അറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പിടിപ്പിച്ചുകൊണ്ട് വന്ന് പല വഴികളുണ്ടായിരുന്നു കനാനിലേക്ക് പോകാൻ. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് ചെങ്കടൽ വഴിയാണ്. ചെങ്കടലിന് മുൻപിൽ നിൽക്കുമ്പോൾ അവർ കരയുക, അടുത്ത സ്റ്റെപ്പ് അറിയില്ല, അവർ പിറുപിറുക്കുക. പക്ഷെ ദൈവം അവിടെ, സ്തോത്രം, മോശയോട് സംസാരിക്കുന്നു. മോശ പറയുന്നൊരു വാക്കുണ്ട്, പ്രൈസ് ദി ലോർഡ്,
ദൈവം നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. അപ്പൊ നോക്കണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷ ചെയ്യും എന്ന് മോശയ്ക്ക് ഉറപ്പുണ്ട് എന്നത് മാത്രമല്ല, പുറപ്പാട് പുസ്തകം 4 അധ്യായത്തിൽ സ്തോത്രം, ആ 14 കഴിഞ്ഞ് 15 അധ്യായത്തിലൊക്കെ നിന്നിട്ട് പുറകോട്ട് നോക്കുമ്പോഴാണ് ആ വഴിയെ അവരെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായത്. കേവലം ഇവരെ ഒരത്ഭുതം കാണിക്കുവാൻ വേണ്ടി മാത്രമല്ല, ഇന്നലകളിൽ അവരെ വേദനിപ്പിച്ച, ദുഃഖിപ്പിച്ച, അവിടെ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്ന ആ ഫറവോനോട് ദൈവം ചെയ്തൊരു പ്രതികാരം കൂടെയായിരുന്നത്. നൈൽ നദിയിലേക്ക് ഫറവോൻ ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങളെ എടുത്തെറിയുമ്പോൾ അവൻ അറിഞ്ഞില്ല, ഒരിക്കൽ ഞാനും എൻ്റെ പടജനവും ഇതുപോലെ വെള്ളത്തിൽ മുങ്ങുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മിരിയാമിന്റെ പാട്ടിനകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. ഞങ്ങൾ പിന്തുടരും, ഞങ്ങൾ പിടിക്കും, എൻ്റെ വാൾ കൊണ്ടവർ കൊല്ലും. അത് മിസ്രൈം ചിന്തിച്ചു. പക്ഷെ ദൈവം ഹല്ലേലൂയ ഈ വഴിയിലൂടെ കൊണ്ടുവന്നത് പിടിക്കുവാനും കൊല്ലുവാനുമല്ല, പകരം മിസ്രൈമിനെ മുക്കിക്കിളകയും ഇസ്രായേലിനെ രക്ഷിക്കുവാനും അവരുടെ വിശ്വാസം വർദ്ധിക്കുവാനും ദൈവം അവരെ വിടുവിക്കുന്ന വിധങ്ങൾ കാണുവാനുമായിരുന്നെന്ന് പിന്നീടാ മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്. കനാവിലെ കല്യാണ വീട്ടിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നാൽ അവിടെ നമ്മൾ കാണുന്ന സ്തോത്രം, അവിടെ അവിടെ നിന്ന ശുശ്രൂഷകരോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വെള്ളം കോരി വെക്കുവീൻ. അവർ ആ കൽപാത്രത്തിൽ വെള്ളം കോരി വെച്ചു, അത് കൊണ്ടുവന്ന് വിരുന്നുവാഴിയുടെ കയ്യിൽ കൊടുക്കുവീൻ. വിരുന്നുവാഴിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. വിരുന്നുവാഴി രുചിച്ചപ്പോൾ പറയുകയാണ്, ഇത്ര ലഹരിയുള്ളതും ഇത്ര മനോഹരമായി ഇത്ര നല്ല വീഞ്ഞ് എവിടെ വെച്ചിരുന്നു? പക്ഷെ ദൈവം ചെയ്യുന്ന ആ പ്രവൃത്തി, സ്തോത്രം, വിരുന്നുവാഴി രുചിച്ചു നോക്കുന്നത് വരെ കാണുന്ന ആളുകൾക്കൊരു മഠയ ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു കുരുടനായ മനുഷ്യനോട് യേശു പറയുന്ന ഒരു സ്തോത്രം, യേശു നിലത്ത് തുപ്പി ചെളിയെടുത്ത് അവൻ്റെ കണ്ണിൽ പൂശി ശിലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറയുന്നു. അവൻ പോയി കഴുകുന്നു, സൗഖ്യമാകുന്നു. സ്തോത്രം. സൗഖ്യമാകുന്നത് വരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് യേശു എന്തായി ചെയ്യുന്നതെന്ന് മനസ്സിലാകില്ല. അപ്പോൾ അവരത് വേണമെങ്കിൽ വിമർശനാവിധേയമാക്കാൻ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുണ്ട്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ വചനചിന്തയിൽ ഹല്ലേലൂയ സ്തോത്രം നിന്നുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് പറയുവാനൊരു ചിന്ത. സ്തോത്രം. പത്രോസേ, ഞാൻ ചെയ്യുന്നത് എന്ത് എന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പക്ഷെ പിന്നീട് നീ അറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും പ്രസന്റ് സിറ്റുവേഷനിൽ മനസ്സിലാക്കാൻ വളരെ പാടാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ ചോദ്യം ചോദിക്കും, നമുക്ക് ചിലപ്പോൾ പല ഹല്ലേലൂയ പിറുപിറുപ്പുകളൊക്കെ ഉണ്ടാകും. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വചനം വെച്ച് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നൊരു വാക്ക്, ഹല്ലേലൂയ, പിന്നീട് അറിയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ വഴിയിലൂടെ ദൈവം കൊണ്ടുവന്നത് എന്തിനെന്ന് തിരിച്ചറിയുന്നത്. ദൈവത്തിൻ്റെ മൗനം എന്നുള്ളത്, ദൈവം മിണ്ടാതിരിക്കുന്നു എന്നുള്ളത്, ആ സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതിരിക്കുന്നു എന്നുള്ളത് ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നതല്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ ചർച്ചിലെ ഒരു മോൾ ഒരിക്കലും ഒരു പാട്ട് പാടി. ഞാൻ കണ്ണുനീരോടെ ആ പാട്ട് പലപ്പോഴും പാടാറുണ്ട്. ഹല്ലേലൂയ. ആ പാട്ട് എങ്ങനെയാണ്? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളുടെ സൈലൻസിലും ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ സൈലൻസ് ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന്. പക്ഷേ ആ സൈലൻസിലും ഗാഡ് ഈസ് വർക്കിംഗ്. ഇന്ന് പകൽക്കാലം ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങിപ്പോൾ ചെയ്യുന്ന പലതും ഞങ്ങൾക്ക് മനസ്സിലാകാറില്ല, ഞങ്ങൾക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ളതാണ്. എന്നാൽ ഒന്ന് ഞങ്ങൾ അറിയുന്നു, നീ ചെയ്യുവാനിരിക്കുന്നത്
നീ ചെയ്യുവാനിരിക്കുന്നത്, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഞങ്ങളുടെ ഗുണത്തിനും ഞങ്ങളുടെ നന്മയ്ക്കും ഞങ്ങളുടെ ഉയർച്ചയ്ക്കും എന്ന് തിരിച്ചറിയുന്നപ്പാ. ഹല്ലേലൂയ. ദോഷത്തിനു വേണ്ടി അങ്ങൊന്നും ചെയ്യുന്നില്ല എന്നും ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു. മാത്രമല്ലപ്പാ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു, അതിപ്പോൾ തന്നെ മനസ്സിലാകുവാൻ കർത്താവേ ഞങ്ങൾ കൃപ തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നാളുകളിൽ നിന്നുകൊണ്ട് ഇന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഗുണകരമായെന്നും നന്മയായെന്നും തിരിച്ചറിയുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ വചനം വെച്ച് ഹല്ലേലൂയ, ഇന്നുകളിൽ സംശയത്തോടെ, ഇന്നുകളിൽ ഭാരത്തോടെ, ഇന്നുകളിൽ അങ്ങ് ചെയ്യുന്ന പ്രവർത്തികൾ മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുന്നവർ ഇടറിപ്പോകാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ അവർക്ക് വേണ്ടിയും അങ്ങയോട് അപേക്ഷിക്കുന്നപ്പ അവരെ പിടിച്ചു നിർത്തണമേ, ഉറപ്പിക്കണമേ. അതെ, പത്രോസിനോട് അങ്ങ് പറഞ്ഞതുപോലെ, ഞാൻ ഇന്ന് ഇപ്പോൾ ചെയ്യുന്നത് നീ അറിയുന്നില്ല. പ്രൈസ് ലോർഡ്. പിന്നീട് അറിയും. അതെ കർത്താവേ, ആ വാക്കുകൾ അവരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി ദൈവരെ സഹായിക്കണം. എല്ലാം മഹത്വം അങ്ങേക്ക് തരുന്നു. സകലം ഞങ്ങൾക്കായി ചുംബിച്ച ക്രിസ്തുവേശ്വര ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജന തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.